Hi friends, ഇന്ന് സോയ ഇതെല്ലാവർക്കും അറിയാം സോയ ചങ്ക്സ് ആണ്. അപ്പം ഇത് വെച്ചിട്ട് ഒരു മഞ്ചൂരിയൻ എല്ലാവർക്കും ഇപ്പം എനിക്ക് തോന്നുന്നു വീട്ടിൽ എല്ലാവർക്കും ചെയ്യാൻ അറിയാവുന്ന ഒരു ഡിഷ് തന്നെയാണ്. എന്നാൽ ഇതിൻ്റെ ഈസി മെത്തേഡിൽ നമുക്ക് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ സോയ ചങ്ക്സ് ഉപ്പും മഞ്ഞളും കൂടെ ഇട്ടിട്ട് തിളപ്പിച്ചതാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് നമ്മൾ ഒന്ന് തിളച്ച് എല്ലാവരും ഒരു തവണ തിളപ്പിച്ച് പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്യാറ്. പക്ഷേ നമ്മൾ തിളപ്പിച്ചതിന് ശേഷം കുറഞ്ഞതൊരു 3 തവണ 3 വെള്ളത്തിലെങ്കിലും കഴുകണം. കാര്യം ഇത് കുറേ പ്രോസസ്സിങ് കഴിഞ്ഞ് വരുന്ന സോയാബീൻ്റെ കറക്റ്റ് പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു സത്തെന്ന് പറഞ്ഞാൽ ആ പിഴിഞ്ഞെടുക്കുന്നതിൻ്റെ ലേശം ബാലൻസ് വരുന്ന ഐറ്റമാണ്. ഇത് പ്രോസസ്സിങ് കഴിഞ്ഞ് പാക്കിംഗ് ഒക്കെ വളരെ ഇതായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് നിങ്ങൾ ഒരു വെള്ളത്തിൽ പിഴിഞ്ഞെടുക്കാതെ തിളച്ച് തണുത്തതിന് ശേഷം കുറഞ്ഞൊരു 2-3 വെള്ളത്തിൽ കഴുകി നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. അങ്ങനെ പിഴിഞ്ഞെടുത്ത സോയ ചങ്ക്സാണിത്. ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്യുന്നതിനായിട്ട് നമ്മളൊരു ബാറ്റർ ഇതിനകത്ത് മാഗ്നറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടി. അതിപ്പം മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ് കോൺഫ്ലവർ. ഇപ്പം 2 ടേബിൾ സ്പൂൺ ഞാൻ കോൺഫ്ലവർ പൊടി എടുത്തിട്ടുണ്ട്. പിന്നീട് 2.5-3 ടേബിൾ സ്പൂണോളം നമുക്ക് മൈദ ചേർത്ത് കൊടുക്കാം. പിന്നീട് ഉപ്പ് നമുക്ക് ഇത് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിന് ഇതിൻ്റെ സോയ ചങ്ക്സിൻ്റെ ടേസ്റ്റ് അനുസരിച്ച് ഞാൻ ഉപ്പിട്ടാണ് സോയ ചങ്ക്സ് തിളപ്പിച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ ബാറ്റർ തയ്യാറാക്കുന്നതിന് ഈ ഉപ്പിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ. ഇനി നമ്മൾ അല്ലാതെ സോയ സോസും ഒക്കെ ഒഴിച്ച് എടുക്കുമ്പോഴും നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട്. ചില്ലി പൗഡർ, ഇത് ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. 1 മുതൽ 1 ടീസ്പൂൺ വരെ ഞാൻ ചേർത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, വളരെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത്. ഇത് ഇത്രയും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് പിഴിഞ്ഞെടുത്തപ്പം വെള്ളമുണ്ട്, അഥവാ നമ്മളിങ്ങനെ എടുക്കുമ്പോഴത്തേക്കിനും വെള്ളത്തിൻ്റെ കുറവുണ്ടെങ്കിൽ വളരെ കുറച്ച് മാത്രം നമുക്ക് സ്പൂണിൽ തന്നെ എടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിപ്പം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ സോയ ചങ്ക്സ് എല്ലാം തന്നെ ഞാനിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ കുറച്ച് വെള്ളം, ഏകദേശം 1.5-2 ടേബിൾ സ്പൂണോളം വെള്ളവും കൂടി ചേർത്തിട്ടാണ് ഇത് ഇങ്ങനെ ആക്കിയെടുത്തത്. ഇതിന് ചീനച്ചട്ടിയിൽ ഞാൻ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഞാൻ റിഫൈൻഡ് ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിതിൻ്റെ ഓരോ സോയ ചങ്ക്സ് ഇട്ട് വറുത്തെടുക്കാം. എല്ലാം തന്നെ നമുക്കിതുപോലെ വറുത്ത് കോരാം. സോയ ചങ്ക്സ് നമ്മൾ എണ്ണയിലിട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു ക്രിസ്പിനെസ് കൂടുതലങ്ങ് ഹാർഡാകരുത്. നമുക്കതുകൊണ്ട് തന്നെ ആ ഒരു സോഫ്റ്റിയിൽ തന്നെ ആ ഒരു സോഫ്റ്റായിട്ടിരിക്കുമ്പോൾ തന്നെ നമുക്കിത് എടുക്കാം. ഇതുപോലെ നമുക്ക് ബാക്കിയിരിക്കുന്ന സോയ ചങ്ക്സ് കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. സോയ ചങ്ക്സ് എല്ലാം തന്നെ ഫ്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള ഇതിലേക്ക് പോകാം. ഞാൻ അതിന് നമുക്കിനി സവോളയും എല്ലാം കൂടെ വഴറ്റി ഒരു ബാറ്റർ തയ്യാറാക്കണം. അത് ഞാൻ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ സോയ ചങ്ക്സ് വറുത്ത ഓയിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുമ്പം നമുക്ക് ജിഞ്ചർ ഗാർലിക്ക് അതും ചേർത്ത് സവോളയും സെലറിയും ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എണ്ണയൊന്ന് ചൂടാവട്ടെ. ഓയിൽ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിടുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിതിൽ ചതച്ച് ചേർത്തത്. മറ്റത് നമുക്ക് നന്നായിട്ട് കടിക്കാനായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കിട്ടും. ഇതാകുമ്പോൾ മെൽറ്റായിട്ട് നമുക്ക് എണ്ണയിൽ മെൽറ്റായിട്ട് അങ്ങ് കിട്ടും. നമുക്കിതിലേക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി നമുക്കിതിലേക്ക് സവോള, എല്ലാവർക്കും അറിയാം മഞ്ചൂരിയൻ നമ്മൾ സവോള ഈ ഒരു ഷേപ്പിനാണ് അരിഞ്ഞെടുക്കുന്നത്. നമുക്കിങ്ങനെ വേറെ കിട്ടാവുന്ന രീതിയിൽ നമുക്ക് സവോള ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് സെലറിയും ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കൂടുതൽ
സവോള ഇതിനകത്ത് വെന്ത് പോകരുത്. നമുക്കിനി ഇതിലേക്ക് ലേശം ഉപ്പ്, ഞാൻ സോയ ചങ്ക്സ് നമ്മൾ വറുത്തെടുത്തപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അല്ലാതെ സോയ ചങ്ക്സ് ഞാൻ വേവിച്ചപ്പോഴും തിളപ്പിച്ചപ്പോഴും ഞാൻ ഉപ്പിട്ടാണ് തിളപ്പിച്ചത്. പിന്നെ ഇനിയിപ്പം സോസിനകത്താണെങ്കിലും ഉപ്പ് ആഡ് ചെയ്താണ് സോസ് വരുന്നത്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വാടി കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. എല്ലാം തന്നെ നമ്മൾ സ്ക്വയർ ഷേപ്പിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആവുന്നത് വരെ നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ജസ്റ്റ് ഒന്ന് നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. ഇതൊന്നും കൂടുതൽ നമ്മൾ വേവിക്കുന്നില്ല. ഇതിലേക്ക് നമുക്ക് 2-2.5 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ്, പിന്നീട് സോയ സോസ് 2 ടേബിൾ സ്പൂൺ ഞാൻ ടൊമാറ്റോ സോസ് ചേർത്തിട്ടുണ്ട്. സോയ സോസ് ഒരു 1 മുതൽ 1.25 ടേബിൾ സ്പൂൺ വരെ ചേർത്തിട്ടുണ്ട്. ഇനി ഓപ്ഷനിലാണ്, ചില്ലി സോസ് ആഡ് ചെയ്യുന്നവർക്ക് ആഡ് ചെയ്യാം. അത് റെഡോ ഗ്രീനോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, ഗ്രീൻ ചില്ലി സോസാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂണോളം പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാര എല്ലാവർക്കും അറിയാം, ഒരു ചൈനീസ് ഡിഷാണ് നമ്മൾ ഉണ്ടാക്കുന്ന ഈ മഞ്ചൂരിയൻ എന്ന് പറയുന്ന ചൈനീസ് ഡിഷിനെല്ലാം ഷുഗർ എല്ലാവരും ആഡ് ചെയ്യുന്നതാണ്. അതുമാത്രമല്ല, നമുക്ക് ഈ ടേസ്റ്റ് ഒന്ന് ഈക്വലാക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ചേർക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഏകദേശം ഒരു ഇതിൻ്റെ തിക്നെസ് അനുസരിച്ച്, ഗ്രേവി ആയിട്ട് വേണമെങ്കിൽ അതനുസരിച്ച് കോൺഫ്ലവർ കലക്കി പേസ്റ്റ് ഒഴിക്കണം. നമുക്ക് കോൺഫ്ലവർ കലക്കിയെടുക്കാം. നമുക്കിതിലേക്ക് കോൺഫ്ലവർ കലക്കിയത്, ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കലക്കിയതെടുത്തിട്ടുണ്ട്. തിക്നെസ് അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കാം. ഇത് ചേർത്തതുകൊണ്ട് തന്നെ ഇത് ഒന്ന് കുറുകി വരുന്നുണ്ട്, തിക്കായിട്ട്, ഗ്രേവി തിക്കായിട്ട് എത്തുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കുറച്ച് ഗ്രേവി ആയിട്ട് വേണമെന്നുള്ളവർക്ക് നമുക്ക് ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കാം. നമുക്കിത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഏകദേശം എല്ലാം നമ്മുടെ സോയ ചങ്ക്സ് മഞ്ചൂരിയൻ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കിതിലേക്ക് കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നീട് മല്ലിയില, ഇത്രയും കൂടെ ചെയ്ത് മല്ലിയില നമുക്ക് ഗാർണിഷ് ചെയ്യാനായിട്ട് എടുക്കാം. ജസ്റ്റ് ഒന്ന് ഇതിലൊന്ന് ഗ്രേവിയുമായിട്ടൊന്ന് യോജിക്കട്ടെ. നമുക്ക് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ സോയ ചങ്ക്സും നമ്മൾ എടുത്തിരുന്ന സവോളയും എല്ലാമായിട്ട് നന്നായിട്ട് എല്ലാം നന്നായിട്ട് യോജിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഫൈനൽ മല്ലിയില കൂടി ചേർത്ത് നമുക്ക് ഇതിനൊരു നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ സോയ മഞ്ചൂരിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്, എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതാണ്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സോയ ചങ്ക്സ് വെച്ചിട്ട് നമുക്ക് മഞ്ചൂരിയനും തയ്യാറാക്കാം. എല്ലാവരും ഇത് ചപ്പാത്തിക്കും റൊട്ടിക്കും ഒക്കെ വളരെ ടേസ്റ്റി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണ്. തീർച്ചയായിട്ടും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ സോയ മഞ്ചൂരിയൻ നിങ്ങളെല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാ വ്യൂവേഴ്സിനും എൻ്റെ നന്ദി.